ലോക്ക് ചെയ്ത ഞാനിനി അകത്ത് കൊടുക്കുമല്ലോ ഭഗവാനെ. അത് സാരമില്ല, സാറ് ഡോറ് പൂട്ടിയാലും ചാവി സെക്യൂരിറ്റിയുടെ കയ്യിൽ കാണുമല്ലോ. ഫോൺ എടുത്ത് വിളിച്ച അയാൾ വന്ന് തുറന്നു തന്നോളും. എന്തായാലും പോയി ഫോൺ എടുത്തോണ്ട് വരാം. ഞാൻ വേഗം തന്നെ പോയി ഫോണും ചാർജറും എടുത്തു. ഭാഗ്യത്തിന് ഞാൻ ചെല്ലുമ്പോൾ ഡോർ അടച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇറങ്ങി പുറത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചുപോയി. നീ എന്താ കണ്ടത്? അതെന്താന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമായിരുന്നു. പറയാലോ പുഷ്പേ, ആ സമയത്ത് എന്റെ ശരീരം വിറച്ചു തുടങ്ങിയതാ. ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ദേ നോക്കി, അത് പറയുമ്പോ എന്റെ കൈ ഇപ്പോഴും വിറയ്ക്ക. സത്യം പറഞ്ഞ ഈ CKC സാർ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ചാടിക്കടിക്കാൻ വരുമെങ്കിലും ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ കയ്യിലുണ്ടെന്ന് ഇന്നലെ മനസ്സിലായത്. അയാളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മുഖം കണ്ടവളാണല്ലോ ഞാൻ. പുഷ്പ എന്താ ആലോചിക്കുന്നേ? ഇതാരോടെങ്കിലും പറയോ പുഷ്പേ? ഇല്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതിനകത്തിരിക്കുന്നവൻ ചത്തു പുഴുത്തു നാറുമ്പോ എല്ലാവരും അറിഞ്ഞോളും. അല്ല രാജി, ആരെയാ CKC അലമാരെ കൊണ്ടുവച്ച് പൂട്ടിയത്? അയാളെ രാജിക്ക് പരിചയമുണ്ടോ? ഒരു മൊട്ടത്തലേനാ. പണ്ടൊരിക്കൽ അയാള് CKC സാറിനെ കാണാനായിട്ട് ഇവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവാറും അത് പവിത്രം തന്നെയായിരിക്കും. നോക്ക് രാജി, തൽക്കാലം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം കാണിക്കാം, അതും ആരോടും പറയരുത്. ഇല്ല. എന്താ പുഷ്പേ? നിക്ക്. രാജി ഇന്നലെ കണ്ടത് ഇയാളാണോ നോക്കി? ഇയാളുടെ ഫോട്ടോ എവിടുന്ന് കിട്ടി? ഇയാളെ തന്നെയാണോ CKC സാർ ഇവിടെ കൊണ്ടുവന്നത്? അതേന്നേ, ഇയാള് തന്നെ. ഞാൻ വ്യക്തമായിട്ട് കണ്ടതല്ലേ. ഇത് തന്നെ. അല്ല, ഇത് പറ, പുഷ്പയ്ക്ക് എങ്ങനെ ഇയാളെ അറിയാം? ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം ഇത് രഹസ്യമായിട്ടിരിക്കട്ടെ. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞ പോരെ. നീ കോഫി ഉണ്ട് മാഡത്തിന് കൊടുക്ക്. ആ ദുഷ്ടന്റെ ഗസ്റ്റ് ഹൗസ് എത്താറാ എവിടെയും മോളെ? കുറച്ചു ദൂരം കൂടി ഉണ്ടമ്മേ. നീ ഒരു കാര്യമില്ലാതെ ആ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി പോയത് കൊണ്ടാ 15 മിനിറ്റ് ലേറ്റ് ആയത്. അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ആ വളവ് കഴിഞ്ഞാ ഈ പറഞ്ഞ സ്ഥലം എത്തും. എന്റെ നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിക്കുക.
വല്ലാത്തൊരു പേടി. അതെ, പേടിയാണെങ്കിൽ അമ്മ കാറിൽ നിന്ന് ഇറങ്ങണ്ട, വണ്ടി തന്നെ ഇരുന്നാ മതി. അത് വേണ്ട, അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിലേക്കൊന്നും നീ ഒറ്റയ്ക്ക് ചെല്ലൊന്നും വേണ്ട, ഞാനും വരാം. അപ്പോ ഈ അലമാരയ്ക്കകത്താണ് പവിത്രനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ?